ഹായ്. ഈ വീഡിയോ ന്യൂസ് ചാനലിലൊക്കെ വന്നപ്പം അതിൻ്റെ താഴെ ഇതുപോലുള്ള ഒരുപാട് കമൻസുകൾ വന്നിരുന്നു. ആൾ നാർസിസ്റ്റാണ്, ആൾക്ക് NPD ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആൾ നാർസിസ്റ്റ് ആണോ എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എന്തുകൊണ്ട് ആൾ നാർസിസ്റ്റാണ്, അല്ലെങ്കിൽ ആൾക്ക് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD ഉണ്ടെന്ന് ചിലർക്ക് തോന്നാനുള്ള കാരണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നാർസിസ്റ്റ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കഥ പറഞ്ഞു തുടങ്ങാം. പണ്ട് ഈ സെൽഫിയൊക്കെ വരുന്നതിന് മുമ്പ്, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തം രൂപം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ നോക്കി ലൈക്ക് അടിക്കാൻ കഴിയുന്നതിന് മുമ്പ് നടന്നൊരു കഥയാണ്. പുരാതന ഗ്രീക്കിലാണ് ഈ കഥ നടക്കുന്നത്. അക്കാലത്ത് ഗ്രീസിൽ അതിസുന്ദരനായ ഒരു യുവാവ് ജീവിച്ചിരുന്നു. ഭയങ്കര ആകർഷണമായിരുന്നു അവനെ കാണാനും. നോക്കി നിന്നാൽ കണ്ണെടുക്കാൻ തോന്നാത്ത ഒരു കാന്തികത അവനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു നാർസിസസ്. ഈ ചങ്ങാതി ഒന്ന് വീഴ്ത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ആ രാജ്യത്ത് സുന്ദരിമാരായ പല പെൺകുട്ടികളും നടന്നു. അതിൻ്റെ കൂട്ടത്തിൽ അതീവ സുന്ദരിയായ എക്കോ എന്ന അപ്സര സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ പഠിച്ച പണി 18 നോക്കിയിട്ടും നമ്മുടെ നാർസിസസ് അവർക്ക് ആർക്കും വീണില്ല. പക്ഷേ പിന്നെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു ദിവസം ഒരു തടാകരയിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളം ഇങ്ങനെ കോരുമല്ലേ, അങ്ങനെ വെള്ളം കോരുമ്പം തൻ്റെ മുഖത്തിൻ്റെ പ്രതിച്ഛായ ആ നിശ്ചലമായ തടാകത്തിൽ കാണുകയാണ്. തൻ്റെ രൂപം ആദ്യമായി വെള്ളത്തിൽ കണ്ട നാർസിസസ് ആ രൂപത്തോട് പ്രണയത്തിലായി, തന്നോട് തന്നെ പ്രണയത്തിലായി. തൻ്റെ നോട്ടം ആ പ്രതിബിംബത്തിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാതെ, പിന്മാറാൻ കഴിയാതെ ആ രൂപത്തെ ആരാധിച്ചു. അതിലേക്ക് തന്നെ തുറിച്ച് നോക്കിക്കൊണ്ടിരുന്നവൻ മണിക്കൂറുകളോളം ആ നിപ്പ് തുടർന്നു. ആ നോക്കിക്കൊണ്ടുള്ള നിപ്പ് തുടർന്നു. അവസാനം നാർസിസസ് ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ ആ തടാകത്തിൻ്റെ ആഴങ്ങളിൽ അവൻ മുങ്ങി മരിക്കുകയാണ്. അവൻ മുങ്ങി മരിച്ച സ്ഥലത്ത് പിറ്റേന്ന് അതിമനോഹരമായ ഒരു പൂവ് വിരിഞ്ഞു. സൗന്ദര്യത്തിൻ്റെയും മുന്നറിയിപ്പിൻ്റെയും പ്രതീകമായ ആ പൂവിനെ ആളുകൾ നാർസിസസ് പുഷ്പമെന്ന് വിളിച്ചു. അമിതമായ സെൽഫ് ലവ്, ആത്മസ്നേഹത്തെയും ആരാധനയും കുറിക്കുന്ന പദത്തിന് നാർസിസ്റ്റ് എന്ന പേര് കിട്ടിയത് ഈ കഥയിൽ നിന്നാണത്രേ. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നതാണെങ്കിലും ഇത് വെറും ഒരു പുരാണ കഥയല്ല. ഇന്നത്തെ നാം ജീവിക്കുന്ന ലോകത്തിനുള്ള ഒരു കണ്ണാടിയാണ്, ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നാർസിസ്റ്റ് എന്താണെന്ന് മാത്രമല്ല, സെൽഫ് അവെയർനെസ്, ആത്മാവബോധം, സഹാനുഭൂതി, അതൊക്കെയും പിന്നെ നാർസിസത്തിൽ നിന്ന് എങ്ങനെ സുഖപ്പെടാം എന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പിന്നെ മറ്റൊരാളെ നഷ്ടപ്പെടുത്താതെ നമുക്കെങ്ങനെ സ്വയം കണ്ടെത്താം, നമ്മളെ തിരിച്ചറിയാം എന്നൊക്കെയാണ്. വീഡിയോ അവസാനം വരെ കാണുക. ചിലപ്പോൾ നിങ്ങൾ തേടുന്നത് ഇതിൽ നിന്ന് കിട്ടിയാലോ. നാർസിസം എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിച്ച് വരുന്നൊരു വാക്കാണ് അല്ലേ. നമ്മൾ കൂട്ടുകാർ കൂടുമ്പോൾ പറയാറുണ്ട്, അവൻ നാർസിസ്റ്റാണ്. അല്ലെങ്കിൽ അതുല്യയുടെ മരണം പോലെയുള്ള ന്യൂസൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും അവനൊരു നാർസിസ്റ്റായിരുന്നു. അമിതമായ സെൽഫി ഭ്രമത്തെയും ചിലപ്പോൾ തമാശയായി പറയുമ്പോൾ നമ്മൾ നാർസിസവുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. പക്ഷേ നാർസിസം ഒരു തമാശയല്ല. അത് പലതരം വ്യക്തിത്വം പോലെ ഒരു വ്യക്തിത്വം മാത്രമല്ല, ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ ഒരു പാറ്റേൺ ആണ്. അത് നിയന്ത്രിക്കാതെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ വിട്ടാൽ അത് നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെയും ആശയക്കുഴപ്പത്തിലാക്കും. സ്വയം നഷ്ടപ്പെട്ടെന്ന് തോന്നും, മറ്റുള്ളവരെ നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നും, നമ്മളാകെ തകർന്നു എന്ന് തോന്നും, നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ലാതായെന്ന് തോന്നും. ഒന്നുകൂടി വ്യക്തമായി നിർവചിക്കാം. മനഃശാസ്ത്രപരമായി നാർസിസം എന്ന് പറയുന്നത് ഒരു ഊതി വീർപ്പിച്ച ഗംഭീരമായൊരു സെൽഫ് ഇമേജാണ്, സ്വയം പ്രതിച്ഛായയാണ്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മിടുക്കനാണെന്നും മികച്ചവനാണെന്നും കൂടുതൽ പ്രാധാന്യമുള്ളവനാണെന്നും നിങ്ങൾ പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ടെന്നും എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നുണ്ടെന്നും ഉള്ളൊരു വിശ്വാസമാണിത്. പരിചിതമായിട്ട് തോന്നുന്നുണ്ടോ അതൊക്കെ? ചിലപ്പോൾ മുന്നേ ഉണ്ടായിരുന്നൊരു ബോസ്, ഒരു മാനേജർ, അല്ലെങ്കിൽ ഒരു രക്ഷിതാവ്, ഒരു പങ്കാളി, ഒരു ലവർ, അതും അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ചെറുതായിട്ടുണ്ടോ ഈ സ്വഭാവങ്ങളൊക്കെ? മനഃശാസ്ത്രജ്ഞന്മാർ പ്രധാനമായും നാർസിസത്തിൻ്റെ 2 രൂപങ്ങളെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് ഗ്രാൻഡിയോസ് നാർസിസം എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ടൈപ്പ്. അവർ ഉച്ചത്തിൽ ആധിപത്യം പുലർത്തുന്ന, എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന, എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ടൈപ്പ് ആളുകളായിരിക്കും. ഈ രാഷ്ട്രീയക്കാരോ സെലിബ്രിറ്റികളോ കമ്പനികളുടെ CEO-മാരൊക്കെ ആയി ഉയർന്നു വരുന്ന ആളുകളാവും ഇവർ. തീർച്ചയായും ഇങ്ങനെയുള്ള എല്ലാവരും നാർസിസ്റ്റുകളാണെന്നല്ല പറയുന്നത്. പക്ഷേ ഇവരിലുള്ള നാർസിസ്റ്റുകൾ എപ്പോഴും പദവികൾ ആഗ്രഹിക്കുന്നത്, അതിന് പിന്നാലെ പോകുന്നത് ആ സ്റ്റാറ്റസ് മോഹിച്ചുകൊണ്ടാണ്. എല്ലാവരും തന്നെ ബഹുമാനിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ്. അവർക്കെപ്പോഴും മറ്റുള്ളവർ തന്നെ ആരാധിക്കണമെന്നും പ്രശംസിക്കണമെന്നും അവരെപ്പോഴും തനിക്ക് വേണ്ടി കൈയടിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് വിജയിച്ചാൽ മാത്രം പോരാ, താൻ വിജയിക്കുന്നത് മറ്റുള്ളവരും കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അടുത്ത ടൈപ്പാണ് വാൾണറബിൾ നാർസിസം, ദുർബലമായ നാർസിസം എന്ന് പറയാം. നിശബ്ദമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ, ഭയങ്കര ഷൈ ആയിരിക്കും, ലജ്ജാശീലരായിരിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവകാശം എന്ന ശക്തമായ ബോധം ഉണ്ടായിരിക്കും. എല്ലാവരും തന്നെ അംഗീകരിക്കണമെന്നും ആ അംഗീകാരം തന്നെ അർഹിക്കുന്നുണ്ടെന്നും അവർക്ക് തോന്നുന്നു. പക്ഷേ അവർക്ക് ആ അംഗീകാരം ലഭിക്കില്ല എന്ന് എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അവർ എളുപ്പത്തിൽ വേദനിക്കും, എളുപ്പത്തിൽ മുറിവേൽക്കും. അവരാഗ്രഹിച്ച പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ അഗ്രസീവ് ആവും. അപ്പോൾ ആരെങ്കിലും നാർസിസ്റ്റ് പ്രതിച്ഛായ വെല്ലുവിളിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരത് പുറത്തേക്ക് കാണിക്കില്ല,
പക്ഷെ അതിന് പ്രതികാരം ചെയ്യും. അവർ ഗ്യാസ് ലൈറ്റ് ചെയ്യും, സ്റ്റോൺ വോൾ ചെയ്യും. ഈ ഗ്യാസ് ലൈറ്റും സ്റ്റോൺ വോളൊക്കെ മനഃശാസ്ത്രത്തിലുള്ള ഓരോ പ്രയോഗങ്ങളാണ്. അതിനെപ്പറ്റി വീഡിയോ വേണമെന്നുള്ളവർ താഴെ ഗ്യാസ് ലൈറ്റ് എന്നോ സ്റ്റോൺ വോൾ എന്നോ കമൻറ്റ് ചെയ്താൽ മതി, അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. അപ്പോൾ അവർ ഇതൊക്കെ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം ആഴത്തിൽ നോക്കുമ്പോൾ ഈ നാർസിസം എന്ന് പറഞ്ഞാൽ ഫ്രജൈലാണ്, ദുർബലമാണ്, പെട്ടെന്ന് തകർന്നു പോകുന്നതാണ്. ഗ്ലാസ് പോലെയാണെന്നൊക്കെ പറയാം. മനോഹരമായിരിക്കും, ചെറിയൊരു തട്ട് തട്ടിയാൽ അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ അത് തകർന്നു പോകുന്നു. ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കേട്ട കഥയാണ്. അവന് മുന്നേ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു. കാണാൻ ഒരു മാന്യന്. ആദ്യമൊക്കെ സ്റ്റാഫിനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ആളെ. മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം സ്റ്റാഫിന് മനസ്സിലാക്കി തുടങ്ങിയത്. അയാളുടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ആരും അയാളെ ഡിസഗ്രി ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയില്ല, താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നൊക്കെ പറയല്ല. അതേപോലെ എപ്പോഴും ഞാൻ പറയുന്നതാണ് ശരി, എപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നൊരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം ഒരു പ്രൊജക്റ്റ് ലോഞ്ച് പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ മീറ്റിങ്ങിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും കൊണ്ട് ആ മാനേജർ ചെയ്തൊരു കാര്യം അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊരു ഫീഡ്ബാക്ക് കൊടുത്തു. അടുത്ത ദിവസം തന്നെ അവരുടെ 3 ഓൺഗോയിങ് പ്രൊജക്റ്റുകളിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിനെ ഒഴിവാക്കി. കാരണം പറഞ്ഞത് ഡിസ്റെസ്പെക്റ്റ്ഫുൾ അഥവാ അനാദരവ് കാണിച്ചു വന്നു. അടുത്ത 2 മാസത്തിനുള്ളിൽ അവൻ ആ ജോലിയും പോയി. അതാണ് നാർസിസം ഇൻ ആക്ഷൻ. നമുക്ക് കണ്ടാൽ ലീഡർഷിപ്പ് ആണെന്നൊക്കെ തോന്നും. പക്ഷേ മറ്റുള്ളവർ തന്നെ അംഗീകരിക്കുന്നില്ല എന്ന പേടി, താൻ അർഹിക്കുന്ന ബഹുമാനം തരുന്നില്ല എന്ന പേടി, താൻ ചെയ്തത് തെറ്റാണ് എന്ന് അംഗീകരിക്കാനുള്ള മനസ്സില്ലായ്മ, ഇതൊക്കെയാണ് നമ്മളവിടെ കണ്ടത്. ഇവിടെയാണ് ഇത് ഗൗരവമാവുന്നത്. നാർസിസ്റ്റ് സ്വഭാവവിശേഷങ്ങൾ ഒരാളുടെ ജീവിതം കീഴടക്കുമ്പോൾ, അവർക്ക് ബന്ധങ്ങൾ നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ, ബന്ധങ്ങളിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ കൃത്രിമം കാണിക്കുമ്പോൾ, കള്ളം പറയുമ്പോൾ, അവരുടെ അഹങ്കാരം നിലനിർത്താൻ വേണ്ടി പ്രകോപിതനാകുമ്പോൾ, പിന്നെ അത് വെറും ഒരു സ്വഭാവവിശേഷം മാത്രമല്ല, ഒരു വൈകല്യമാണ്. നമ്മളതിനെ NPD അഥവാ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. പഠനങ്ങൾ പ്രകാരം ജനസംഖ്യയുടെ 1 മുതൽ 2% വരെ ആളുകൾക്ക് ഈ വൈകല്യം ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടുതലായും പുരുഷന്മാരിലാണ് NPD കണ്ടുവരുന്നത്. കുട്ടികളിൽ സാധാരണ കാണാറില്ല. കാരണം അവർ വളരുമ്പോൾ സ്വാഭാവികമായും ഒരു സ്വയം കേന്ദ്രീകൃത ഘട്ടങ്ങളിലൂടെയാണ് വളരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അത്ര പ്രകടമായിട്ട് കാണാറില്ല. അമേരിക്കൻ സൈക്കാട്രിസ്റ്റ് അസോസിയേഷൻ്റെ DSM-5 എന്ന പുസ്തകത്തിൽ നാർസിസിസ്റ്റിൻ്റെ ചില സ്വഭാവവിശേഷങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഗ്രാൻഡിയോസ് സെൽഫ് ഇമേജ്, സ്വയം പ്രതിച്ഛായ എന്നൊക്കെ പറയാം. ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നൽ. അടുത്തത് സഹാനുഭൂതി ഇല്ലാതിരിക്കരുത്. അടുത്തത് അവകാശബോധമാണ്. പിന്നെ പറയുന്നത് തന്നെ ആരാധിക്കണമെന്നും പ്രശംസിക്കണമെന്നുമൊക്കെയുള്ള നിരന്തരമായ ആവശ്യം. ഇതിന് ആത്മവിശ്വാസം എന്നല്ല പറയാം. നിങ്ങൾക്ക് മാത്രം പ്രാധാന്യമുള്ളൊരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്നും മറ്റുള്ളവരെല്ലാം വെറും നിസ്സാരമാണ്, അവരൊക്കെ തന്നെക്കാളും താഴെയാണെന്നൊക്കെയുള്ള താഴെയാണെന്നും താൻ പറയുന്നത് അനുസരിക്കേണ്ടവരാണ് എന്നുമൊക്കെയുള്ള ഒരു തോന്നൽ. ഇനി എങ്ങനെയാണ് ഒരാൾ നാർസിസിസ്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ സ്വഭാവം കിട്ടുന്നതെന്ന് പറയാം. ജെനറ്റിക്സ്, ആ വ്യക്തിയുടെ ജനിതകം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഈ സ്വഭാവം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഒരാൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളും ഒരാളെ നാർസിസിസ്റ്റ് ആക്കാം. നിങ്ങൾ ഇനി പറയുന്ന മാതാപിതാക്കളാൽ ഇതുപോലെ വളർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളെപ്പോഴും ഒരു ഉയരത്തിലിരുത്തിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാളും മികച്ചതാണെന്നും എല്ലാവരും നിൻ്റെ താഴെയാണെന്നും അവരോടൊന്നും കൂട്ടുകൂടരുതെന്നും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എപ്പോഴും കൺട്രോൾ ചെയ്ത് സ്നേഹം കൊടുക്കാതെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റപ്പെടുത്തി ശിക്ഷിച്ച് വളർത്തിയ മാതാപിതാക്കൾ, ഈ 2 സാഹചര്യങ്ങളും ഒരാളെ നാർസിസിസ്റ്റായി വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നാർസിസിസ്റ്റിന് മാറാൻ പറ്റുമോ? സാധാരണ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാനും പെരുമാറാനും പറ്റുമോ? പറ്റും, പക്ഷേ അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്നറിയോ? സെൽഫ് റിഫ്ലക്ഷൻ, സ്വയം പ്രതിഫലനമാണ് പുറത്തു വരാനുള്ള ഏക മാർഗം. താൻ എന്താണെന്ന് മനസ്സിലാക്കൽ. അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേദനാജനകമാണ്. അതെന്ന് ചിന്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേദനയുള്ള കാര്യമാണ്. ഞാൻ എല്ലാം തികഞ്ഞാണെന്നുള്ളൊരു ഇമേജ് മാറ്റി തൻ്റെ കുറവുകളെ തിരിച്ചറിയുകയും പോരായ്മകളെ തിരിച്ചറിയുകയും താൻ അത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന സത്യം മനസ്സിലാക്കുകയും താൻ വേദനിപ്പിച്ച ആളുകളുടെ വേദന മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സാധിക്കാവുന്നതാണ്. എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ വഴി തെറാപ്പിയാണ്. നല്ല കഴിവുള്ള കമ്പാഷനേറ്റായ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനെ സഹായിക്കാൻ പറ്റും. പിന്നെ സഹാനുഭൂതി പരിശീലിക്കുക. മറ്റുള്ളവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുമെന്ന് ചിന്തിക്കുക. പിന്നെ സെൽഫ് അവെയർനെസ്, ആത്മബോധം. ഇരുട്ടായ മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന പോലെയാണിത്. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ മാത്രം കുറച്ച് പ്രയാസം ഉണ്ടാകും കത്തി തുടങ്ങാൻ. പക്ഷേ കത്താൻ തുടങ്ങിയാൽ മുറിയിലാകെ പ്രകാശം പരത്തും. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾ കുറച്ച് വേദനിക്കും, എങ്കിലും പിന്നെ നിങ്ങൾക്കൊക്കെ വ്യക്തമായി കാണാൻ പറ്റും. നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക.
എനിക്ക് സന്തോഷമായിരിക്കാൻ എപ്പോഴും ആളുകൾ പ്രശംസ ആവശ്യമാണെന്ന് തോന്നാറുണ്ടോ? ആളുകൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ടോ? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കാറുണ്ടോ? മറ്റുള്ളവരൊന്നും പോരാ എന്ന ചിന്ത ഉണ്ടാവാറുണ്ടോ? അതേന്നാണെങ്കിൽ ഇനി പറയുന്ന ചോദ്യങ്ങൾ കൂടി സ്വയം ചോദിക്കുക. എനിക്ക് മാറണോ? അതെൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ഇമ്പാക്റ്റുകൾക്ക് ഞാൻ ഒരുക്കാണോ? ജീവിതത്തിലെ ചില കഠിനമായ സത്യങ്ങളെ ഫേസ് ചെയ്യാൻ, നേരിടാൻ ഞാൻ തയ്യാറാണോ? ഈ 3 ചോദ്യത്തിനും നിങ്ങളുടെ ഉത്തരം അതേന്നാണെങ്കിൽ അവിടെ നിന്നാണ് മാറ്റം തുടങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല നാർസിസം കൊണ്ട് ബുദ്ധിമുട്ടുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആരെങ്കിലും ആകാം. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത്. ആരായാലും നിങ്ങളിപ്പോൾ നാർസിസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടോ ഓവറായിട്ട് പ്രതികരിക്കുന്നതുകൊണ്ടോ നിങ്ങൾക്ക് മെൻ്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടോ അല്ല നിങ്ങളിങ്ങനെ പ്രതികരിക്കുന്നത്. നാർസിസ്റ്റ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. അത് ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും, വഴി തെറ്റിക്കും, പലപ്പോഴും മറ്റുള്ളവർക്ക് കാണാൻ പോലും പറ്റില്ല. നിങ്ങൾ സമാധാനം അർഹിക്കുന്നുണ്ട്, സ്നേഹം അർഹിക്കുന്നുണ്ട്, ബൗണ്ടറീസ് അർഹിക്കുന്നുണ്ട്, നിങ്ങളെ അടിച്ചമർത്തുന്നവരിൽ നിന്നും ഒരു മോചനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാർസിസത്തിൽ നിന്നും മുക്തി നേടാനുള്ള പാതയിലായാലും, നിങ്ങളെ വേദനിപ്പിച്ച ഒരാളിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്ന ഒരാളായാലും ഇത് ഓർമ്മിക്കുക, നാർസിസസ് തൻ്റെ പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് മരിച്ചത്. നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിബിംബം നോക്കിയിട്ട് ഇങ്ങനെ പറയാം, എനിക്ക് എന്നെ തന്നെ അറിയണം, ഞാൻ പ്രതിഫലിപ്പിക്കുന്ന എൻ്റെ പ്രതിച്ഛായയെ സ്നേഹിച്ചാൽ മാത്രം പോരാ. നിങ്ങൾക്ക് സെൽഫ് ഒബ്സഷനേക്കാൾ സെൽഫ് അവെയർനെസ്, സ്വയം അവബോധത്തെ തിരഞ്ഞെടുക്കാം. പൂർണ്ണതയേക്കാൾ വളർച്ച തിരഞ്ഞെടുക്കാം. നിയന്ത്രണത്തേക്കാൾ ബന്ധങ്ങളെ തിരഞ്ഞെടുക്കാം. അതാണ് ശക്തിയും. അപ്പോൾ പറഞ്ഞ പോലെ ഈ വീഡിയോ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീഡിയോ ഷെയർ ചെയ്യൂ. വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഹാപ്പി ആയിരിക്കുക.